ദാവനും പുത്രനും പരിശുദ്ധാത്മാനുസ്തുതി ആദ്യയിലെ പോലെ എപ്പോഴും എന്നേക്കും ആമേൻ. മാറാനാഥ യൂട്യൂബ് ചാനലിലൂടെ ദൈവവചനം ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം നിങ്ങളെ മുന്നമേ അറിയിക്കട്ടെ. എല്ലാവരും ഒരിക്കൽ കൂടെ ശുശ്രൂഷയിലേക്ക് ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമ്മൾ വിശുദ്ധ കുർബാനയ്ക്ക് ഒരുക്കമായിട്ടുള്ള വേദഭാഗങ്ങൾ ധ്യാനിക്കുന്ന സമയമാണിത്. എല്ലാ മരിച്ചുപോയവരെയും ഓർക്കുന്ന അനിത ഞായറാഴ്ചയാണ് 23/2/25 ഞായറാഴ്ച. പിതാക്കന്മാർ വായനയ്ക്കായിട്ട് ക്രമീകരിച്ചിരിക്കുന്നത് സന്ധ്യാവായന വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിൻ്റെ 31 മുതൽ 46 വരെ വാക്യങ്ങളാണ്. പ്രഭാതത്തിൻ്റെ വായന വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 19 മുതൽ 29 വരെ വാക്യങ്ങളാണ്. പഴയ നിയമത്തിൽ നിന്ന് യോശുവയുടെ പുസ്തകം 8-ാം അധ്യായം 18 മുതൽ 29 വരെ വാക്യങ്ങളും, എസെക്കിയേൽ പ്രവചനം 37-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 14 വരെ വാക്യങ്ങളും, യേശയ്യാ പ്രവചനം 38-ാം അധ്യായം 10 മുതൽ 20 വരെ വാക്യങ്ങളുമാണ്. ലേഖനങ്ങൾ പൊതുവിനെഴുതിയ വിശുദ്ധ യാക്കോബുസ്ലിയുടെ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 6 മുതൽ വാക്യങ്ങളും 5-ാം അധ്യായത്തിൻ്റെ 6 വരെയാണ്. പൗലോസ്ലീഹ എഴുതിയ ലേഖനം 1 കൊരിന്ത്യർ 15-ന്റെ 20 മുതൽ 28 വരെ വാക്യങ്ങളാണ്. എവൻഗേലിയോൻ വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായത്തിൻ്റെ 32 മുതൽ 46 വരെ വാക്യങ്ങളാണ്. ഈ വായനകളൊക്കെ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ദൈവഹിതത്തിനൊത്തവണ്ണം നമുക്ക് ജീവിക്കുവാൻ ദൈവമേ കൃപ നൽകണമേ എന്ന് സമർപ്പിക്കാം. അവിടുത്തെ കൃപയ്ക്കായി നമ്മൾ തന്നെ പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുക്കുക. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കുമെന്ന് കർത്താവ് കൽപ്പിച്ചരുളി. കർത്താവെ, എല്ലാ പരേതരുടെയും ഓർമ്മയെ ഞങ്ങൾ അനുസ്മരിക്കുമ്പോൾ, ഞങ്ങളിന്ന് വാങ്ങിപ്പോയ എല്ലാ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ, ഞങ്ങൾക്ക് ഈ ദിവസം ധ്യാനിക്കുവാനായി പ്രാർത്ഥിക്കുവാനായി ഒരുങ്ങുവാനായി നൽകിയിരിക്കുന്ന വേദഭാഗങ്ങളെ പരിശുദ്ധാത്മാവിനാൽ ധ്യാനിക്കുവാൻ കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് ഞങ്ങൾക്കെല്ലാം വെളിപ്പെടുത്തി തരുമെന്ന് അവിടുന്ന് അരുളി ചെയ്തിട്ടുണ്ടല്ലോ. അവിടുത്തെ വാഗ്ദാനപ്രകാരം ഞങ്ങൾ അവിടുത്തെ സന്നിധിയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. 2-3 പേർ എൻ്റെ നാമത്തിൽ എവിടെ കൂടുന്നു അവരുടെ മധ്യേ ഞാനുണ്ടെന്ന് അങ്ങ് അരുളി ചെയ്തിട്ടുണ്ടല്ലോ. കർത്താവേ, നിങ്ങളുടെ വാഗ്ദാനത്തെ ഓർത്ത് നന്ദി പറയുന്നു, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അടുത്ത രക്തത്താൽ ഞങ്ങളുടെ ബോധ മനസ്സിനെയും സുബോധ മനസ്സിനെയും ഉപബോധ മനസ്സിനെയും കഴുകി വിശുദ്ധീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, സകല വിശുദ്ധന്മാരെ, ശുദ്ധിമതികളെ, ഈ വചനം ഞങ്ങൾ ഗ്രഹിച്ച് ഞങ്ങളുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഞങ്ങൾക്കായി കാൽവറിയിൽ ജീവന് വെച്ച് ഞങ്ങൾ രക്ഷിച്ചു കൊണ്ടെടുത്താം യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ ചോദിക്കുന്നു. കൃപയോടെ കേട്ടു തരുമാറാകണമേ. ആമേൻ. പ്രിയമുള്ളവരെ, മരണം മൂലം വേർപിരിഞ്ഞു പോയ എല്ലാ പരേതരെയും ഓർക്കുന്ന ഞായറാഴ്ചയുടെ വായനകളാണ്. എല്ലാ വായനകൾ തന്നെയും മരണവും മരണാനന്തര ജീവിതവുമായി ബന്ധപ്പെട്ട വായനകളാണ്, അല്ലെങ്കിൽ ധ്യാനമാണ്. നമുക്ക് ഓരോന്നായി ദൈവകരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. സന്ധ്യയുടെ വായന ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിൻ്റെ 31 മുതൽ 41 വരെ വാക്യങ്ങളാണ്. കർത്താവിൻ്റെ രണ്ടാമത്തെ വരവും ന്യായവിധിയാണ് അവിടെ നമ്മളെ പഠിപ്പിക്കുന്നത്. പഴയ നിയമത്തിൽ ന്യായവിധിയെക്കുറിച്ച് പറയുന്ന 1-2 ഭാഗങ്ങൾ വായിച്ച് നമുക്ക് മുന്നോട്ട് പോകാം. 1 ദിനവൃത്താന്ത പുസ്തകം 16-ാം അധ്യായത്തിൻ്റെ 33-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്: അവൻ ഭൂമിയെ വിധിപ്പാൻ വരുന്നുവല്ലോ, ദൈവത്തിന് സ്തോത്രം ചെയ്യുവിൻ. ദിനവൃത്താന്തം 1-ാം പുസ്തകം 16-ാം അധ്യായത്തിൻ്റെ 33-ാമത്തെ വാക്യം: അവൻ ഭൂമിയെ വിധിപ്പാൻ വരുന്നുവല്ലോ, ദൈവത്തിന് സ്തോത്രം ചെയ്യുവിൻ. സങ്കീർത്തന പുസ്തകം 9-ാം അധ്യായത്തിൻ്റെ 7-8 വാക്യങ്ങൾ: കർത്താവ് എന്നേക്കും നിലനിൽക്കുന്നവനാകുന്നു,
നീതിയോടെ ഭൂലോകത്തെയും നേരോടെ ജാതികളെയും ന്യായം വിധിപ്പാൻ വിസ്താരത്തിന് തൻ്റെ സിംഹാസനവും ഒരുക്കപ്പെട്ടിരിക്കുന്നു. കർത്താവ് എന്നേക്കും നിലനിൽക്കുന്നവനാണ്. നീതിയോടെ ഭൂലോകത്തെയും നേരോടെ ജാതികളെയും ന്യായം വിധിപ്പാൻ വിസ്താരത്തിന് തൻ്റെ സിംഹാസനം ഒരുക്കപ്പെട്ടിരിക്കുന്നു എന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നു. 96-ാം സങ്കീർത്തനം 13 വാക്യത്തിൽ പറയുന്നു, യഹോവയുടെ സന്നിധിയിൽ തന്നെ അവൻ വരുന്നുവല്ലോ, അവൻ ഭൂമിയെ ന്യായം വിധിപ്പാൻ വരുന്നു, അവൻ ഭൂലോകത്തെ നീതിയോടും ജാതികളെ വിശ്വസ്തയോടും കൂടെ വിധിക്കും. ഈ വചനങ്ങളാണ് ഈ മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിൽ നിറവേറാൻ പോകുന്നതെന്ന് നമ്മുടെ കർത്താവ് അരുളി ചെയ്തു. മനുഷ്യപുത്രൻ എല്ലാ ദൂതന്മാരോടും കൂടെ മഹത്വത്തിൽ എഴുന്നള്ളുമ്പോൾ അവൻ തൻ്റെ മഹിമയുടെ സിംഹാസനത്തിൽ ഉപവിഷ്ടനാകും. അവൻ്റെ മുമ്പിൽ എല്ലാ ജനതകളും ഒരുമിച്ച് കൂട്ടപ്പെടും. ഇടയൻ ചെമ്മരിയാടുകളെ കോലാടുകളിൽ നിന്ന് വേർതിരിക്കുന്നത് പോലെ അവൻ അവരെ തമ്മിൽ വേർതിരിക്കും. അവൻ ചെമ്മരിയാടുകളെ തൻ്റെ വലത്തുവശത്തും കോലാടുകളെ ഇടത്തുവശത്തും നിർത്തും. അനന്തരം രാജാവ് തൻ്റെ വലത്തുഭാഗത്തുള്ളവരോട് അരുളി ചെയ്യും, എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവിൻ, ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി സജ്ജമാക്കിയിരിക്കുന്ന രാജ്യം അവകാശപ്പെടുത്തുവിൻ. ഇതാണ് ന്യായവിധി. ഇവിടെയാണ് നമ്മൾ ഒരുങ്ങിയിരിക്കേണ്ടത് അല്ലെങ്കിൽ ജാഗരൂകരായിരിക്കേണ്ടതിനെ കുറിച്ച് ധ്യാനിക്കുന്നത്. എബ്രായ ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യത്തിൽ നമ്മളിങ്ങനെ സുവിശേഷത്തിൻ്റെ അടിസ്ഥാന പ്രമാണമായിട്ട് ചിന്തിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. സുവിശേഷത്തിൻ്റെ അടിസ്ഥാന പ്രമാണം എബ്രായർ 6:2 ഒന്ന് നോക്കാം നമുക്ക്. ജ്ഞാനസ്നാനത്തെ സംബന്ധിക്കുന്ന പ്രബോധനം, കൈവയ്പ്, മരിച്ചവരുടെ ഉയർപ്പ്, നിത്യവിധി, ഇവയ്ക്ക് വീണ്ടും ഒരടിസ്ഥാനം ഇടേണ്ടതിൻ്റെ ആവശ്യമില്ല. 1-ാമത്തെ വാക്യം പറയുന്നത്, അതിനാൽ ക്രിസ്തുവിൻ്റെ വചനത്തിൻ്റെ പ്രഥമ പാഠങ്ങൾ പിന്നിട്ട് നമുക്ക് പക്വതയിലേക്ക് വളരാമെന്നാണ്. നിർജീവ പ്രവർത്തികളിൽ നിന്നുള്ള തിരിച്ചുവരവ്, അതിലാണ് പറയുന്നത് ദൈവത്തിലുള്ള വിശ്വാസം 1, 2 ജ്ഞാനസ്നാനം, 3 കൈവപ്പ്, 4 മരിച്ചവരുടെ ഉയർപ്പ്, 5 നിത്യവിധി. ഇവയ്ക്ക് വീണ്ടും ഒരടിസ്ഥാനം ഇടേണ്ടതിൻ്റെ ആവശ്യമില്ല. കാരണം ഇത് നേരത്തെ തന്നെ അല്ലെങ്കിൽ പഴയ നിയമത്തിൽ തന്നെ ഇത് നിയമിച്ചതാണ് എന്ന് പൗലോസ് അപ്പോസ്തലൻ നമ്മളെ ഓർപ്പിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് മിശിഹായുടെ വചനത്തിൻ്റെ പ്രാരംഭം വിട്ടിട്ട് പൂർണ്ണതയിലേക്ക് വരണമെന്ന് ഒരു ആഹ്വാനം പൗലോസിലെ പറയുകയാണ്. നിർജീവമായ പ്രവർത്തികളിൽ നിന്നുള്ള തിരിച്ചുവരവ് എന്നവിടെ പറയുന്നുണ്ട്. അപ്പം അടിസ്ഥാനപരമായ പ്രമാണം എന്ന് പറയുന്നത് 1 വിശ്വാസം, 2 പ്രബോധനം അല്ല ജ്ഞാനസ്നാനം, ആ ജ്ഞാനസ്നാനത്തെ സംബന്ധിപ്പിക്കുന്ന പ്രബോധനം, 3 കൈവപ്പ്, 4 മരിച്ചവരുടെ ഉയർപ്പ്, 5 നിത്യവിധി. ഇത്രയും കാര്യങ്ങളെക്കുറിച്ച് ഒരാൾ ബോധമുള്ളവനായിരിക്കണം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. മറ്റൊരു അടിസ്ഥാനം അതിൻ്റെ ആവശ്യമില്ല എന്ന് പറയുന്നത്. വീണ്ടും ഒരു തർക്കങ്ങൾക്കോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു പുനരാലോചനയ്ക്കൊന്നും ആവശ്യമില്ല. അത് അടിസ്ഥാന പ്രമാണമായിട്ട് തന്നെ നിൽക്കുകയാണ് എന്ന് വ്യക്തമായി പറയുകയാണ്. എന്നിട്ട് അതിൻ്റെ 4 വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ഒരിക്കൽ പ്രകാശം ലഭിക്കുകയും സ്വർഗീയ സമ്മാനം ആസ്വദിച്ചറിയുകയും പരിശുദ്ധാത്മാവിൽ പങ്കുകാരാവുകയും ദൈവവചനത്തിൻ്റെ നന്മയും വരാനിരിക്കുന്ന യുഗത്തിൻ്റെ ശക്തിയും രുചിച്ചറിയുകയും ചെയ്തവർ വീണു പോവുകയാണെങ്കിൽ അവരെ അനുതാപത്തിലേക്ക് പുനരാനയിക്കുക അസാധ്യമാണ്. കാരണം അവർ ദൈവപുത്രനെ സ്വമനസ അധിക്ഷേപിക്കുകയും വീണ്ടും കുരിശിൽ തറയ്ക്കുകയും ചെയ്തു. ദൈവത്തിന് മഹത്വം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ അടിസ്ഥാനപരമായ പ്രമാണങ്ങൾ മനസ്സിലാക്കി ദൈവത്തിലുള്ള വിശ്വാസം,
ജ്ഞാനസ്നാനം, കൈവെപ്പ്, മരിച്ചവരുടെ ഉയർപ്പ്, നിത്യവിധി. ഈ അടിസ്ഥാന പ്രമാണങ്ങൾ മനസ്സിലാക്കി ജീവിക്കുന്നവർ തെറ്റിപ്പോകാതെ ജീവിക്കണമെന്നൊരു ഓർപ്പിക്കൽ കൂടിയാണ്. ഈ അടിസ്ഥാന പ്രമാണത്തെ മനസ്സിലാക്കി ജീവിക്കുന്നവർക്ക് പ്രകാശം ലഭിക്കുമെന്ന്, ക്രിസ്തുവിലുള്ള പ്രകാശം ലഭിക്കുകയും സ്വർഗീയ സമ്മാനം ആസ്വദിച്ചറിയുകയും പരിശുദ്ധാത്മാവിൽ പങ്കുകാരാവുകയും ദൈവവചനത്തിൻ്റെ നന്മയും വരാനിരിക്കുന്ന യുഗത്തിൻ്റെ ശക്തിയും, അപ്പോൾ എല്ലാ വിധത്തിലുള്ള അറിവുകളും എല്ലാ വിധത്തിലുള്ള കൃപകളും നമുക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ് അതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് തിമോത്തിയോസിന് എഴുതിയ രണ്ടാമത്തെ ലേഖനം, അതും കൂടി ഒന്ന് വായിച്ചു നോക്കാം. 4-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങൾ. തിമോത്തിയോസിന് എഴുതിയ രണ്ടാമത്തെ ലേഖനം 4-ാം അധ്യായം 1-2 വാക്യങ്ങൾ. ദൈവത്തിൻ്റെ മുമ്പാകെയും ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാനിരിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ മുമ്പാകെയും അവൻ്റെ ആഗമനത്തിൻ്റെയും രാജ്യത്തിൻ്റെയും പേരിൽ ഞാൻ നിന്നെ ഇപ്രകാരം ചുമതലപ്പെടുത്തുന്നു. വചനം പ്രസംഗിക്കുക. സാഹചര്യങ്ങൾ അനുകൂലമാണെങ്കിലും അല്ലെങ്കിലും ജാഗരൂകതയോടെ വർദ്ധിക്കുക. മറ്റുള്ളവരിൽ ബോധ്യം ജനിപ്പിക്കുകയും അവരെ ശാസിക്കുകയും ഉത്ബോധിപ്പിക്കുകയും ചെയ്യുക. ക്ഷമ കൈവിടാതിരിക്കുക. പ്രബോധനത്തിൽ ശ്രദ്ധിക്കുകയും ചെയ്യുക. അപ്പോൾ വചനം പ്രസംഗിക്കുക എന്നുള്ളതാണ് എന്തിനു വേണ്ടിയാണ്? ദൈവത്തെയും തൻ്റെ രാജ്യത്തിൻ്റെയും പ്രത്യക്ഷതയിൽ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മഹത്വത്തോടുകൂടി എഴുന്നള്ളുന്ന ആ മഹത്വ പ്രത്യക്ഷതയിൽ ജീവനുള്ളവരെയും മരിച്ചവരെയും ന്യായം വിധിപ്പാനിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശുമിശിഹായെ സാക്ഷിയാക്കി നിന്നോട് ആജ്ഞാപിക്കുന്നു, വചനം പ്രസംഗിക്കുക. കാരണം ഈ വചനം ഈ രണ്ടാമത്തെ വരവ് വരെയും പ്രഘോഷിക്കേണ്ടിയിരിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ ഈ രക്ഷാകര ദൗത്യം നമ്മളിലൂടെ കൈമാറ്റപ്പെടേണ്ടിയിരിക്കുന്നു. അതുകൊണ്ടാണ് മരിച്ചവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നു എന്നാണ് സഭ നമ്മൾ പഠിപ്പിക്കുന്നത്. ഈ സമയത്ത് ഈ ഞായറാഴ്ച എല്ലാ പരേതർക്കും വേണ്ടി അതുകൊണ്ട് എല്ലാ പള്ളികളിലും എല്ലാ മരിച്ചവരെയും നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ എല്ലാവരുടെയും പേരുകൾ ഓർത്തിട്ട് വിശുദ്ധ ത്രോണോസിന്മേൽ അവർക്ക് വേണ്ടി സ്ലേബ വരച്ച് അവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പക്ഷെ വായനകളെല്ലാം പ്രാർത്ഥനയുടേതല്ല, വായനകളുടേതെല്ലാം മാനസാന്തരത്തിൻ്റെയാണ്. വായനകളെല്ലാം ക്രമീകരിച്ചിരിക്കുന്നത് മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിലല്ല, ജീവിച്ചിരിക്കുന്നവരുടെ മാനസാന്തരത്തിന് ഉപകരിക്കുന്ന രീതിയിലാണ് വായനകൾ ക്രമീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് അവിടെ നമ്മൾ വളരെയധികം സൂക്ഷ്മതയോടെ ശ്രദ്ധ വെക്കേണ്ടത്. കാരണം എന്താ? വചനം പ്രസംഗിക്കുക അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ വചനം പ്രസംഗിച്ചില്ലെങ്കിലോ എല്ലാവരും നാശത്തിലേക്ക് പോകും. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നു 5-ാം അധ്യായത്തിൻ്റെ 22 മുതൽ 27 വരെ. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം നമ്മുടെ രണ്ടാമത്തെ പ്രഭാതത്തിൻ്റെ വായനയിൽ വരുന്നതാണ്. എന്നാലും ഒന്ന് നോക്കി നമുക്ക് മുന്നോട്ട് കടന്നു പോകാം. ഈ യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 22 മുതൽ 27 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: പിതാവ് മരിച്ചവരെ എഴുന്നേൽപ്പിച്ച് അവർക്ക് ജീവൻ നൽകുന്നത് പോലെ തന്നെ പുത്രനും താൻ ഇച്ഛിക്കുന്നവർക്ക് ജീവൻ നൽകുന്നു. ഹല്ലേലൂയ. പിതാവ് മരിച്ചവരെ എഴുന്നേൽപ്പിച്ച് അവർക്ക് ജീവൻ നൽകുന്നത് പോലെ തന്നെ പുത്രനും താൻ ഇച്ഛിക്കുന്നവർക്ക് ജീവൻ നൽകുന്നു. പിതാവ് ആരെയും വിധിക്കുന്നില്ല, വിധി മുഴുവനും അവിടുന്ന് പുത്രനെ ഏൽപ്പിച്ചിരിക്കുന്നു. പിതാവിനെ ആദരിക്കുന്നത് പോലെ തന്നെ എല്ലാവരും പുത്രനെയും ആദരിക്കേണ്ടതിനാണ് ഇത്. പുത്രനെ ആദരിക്കാത്തവരാരും അവനെ അയച്ച പിതാവിനെയും ആദരിക്കുന്നില്ല. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് എൻ്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. അപ്പോൾ വചനം പ്രസംഗിക്കാൻ കാരണം ഇതാണ്: വചനത്തിൽ വിശ്വസിക്കുകയും വചനം ശ്രവിക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവൻ അവന് നിത്യജീവനുണ്ട്. അപ്പം മരിച്ചു
മരിച്ചുപോയവരെ അനുസ്മരിച്ചു, നല്ലത് തന്നെ. പക്ഷെ മരണത്തിന് മുമ്പ് നിത്യജീവൻ ഉറപ്പാക്കി മരിക്കുന്നതാണ് അതിൻ്റെ പൂർണ്ണത എന്ന് വേദപുസ്തകം പറയുന്നു. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ നമ്മൾ നേരത്തെ മുമ്പ് വായിച്ച ആ ഭാഗത്ത് നമ്മൾ ചിന്തിച്ചത് എന്താ പറയുന്നത്, വേറൊരു അടിസ്ഥാനം ഇടേണ്ടതില്ല. എബ്രായ ലേഖനം 6:2 നമ്മൾ വായിച്ചു, ഈ കാര്യങ്ങളെക്കുറിച്ച് വേറൊരു അടിസ്ഥാനം ഇടേണ്ടതില്ല. ഇനി മറ്റാരും ഒന്ന് സ്പെഷ്യലായി ഇത് പഠിപ്പിക്കേണ്ട ആവശ്യവും ഇല്ല. അത് സുവിശേഷത്തിൻ്റെ അടിസ്ഥാന പ്രമാണമാണ്. ദൈവരാജ്യത്തിൻ്റെ അടിസ്ഥാന പ്രമാണമാണ് വിശ്വാസം, മാമോദീസ, കൈവെപ്പ്, പിന്നെ എന്താ പറയുന്നത്, വചന പ്രഘോഷണം, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും, ന്യായവിധി, നിത്യജീവൻ ഒക്കെ അതിനകത്ത് വേറൊരാളിനി വന്ന് പുതിയതായിട്ടൊന്നും പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ അപ്പോസ്തല പ്രവൃത്തി 10:42 നമ്മൾ വായിക്കുന്നുണ്ട്, ജീവനുള്ളവരുടെയും മരിച്ചവരുടെയും ന്യായാധിപനായി ദൈവത്താൽ വേർതിരിക്കപ്പെട്ടവൻ ഇവനാകുന്നു എന്ന് ജനത്തോട് പ്രസംഗിച്ച് സാക്ഷീകരിക്കുവാൻ താൻ ഞങ്ങൾക്ക് കൽപ്പന തന്നു. ഹല്ലേലൂയ. അപ്പോസ്തലന്മാർ ഉത്തരവാദിത്വത്തോടു കൂടിയാണ് പ്രസംഗിക്കുന്നത്. അപ്പോസ്തലന്മാരെ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ദൗത്യമാണ് പറയുന്നത്. അപ്പോസ്തലന്മാർ കൈവെപ്പ് കിട്ടിയെന്നാണ് പറയുന്നത്, പരിശുദ്ധാത്മാവിനാൽ വേർതിരിച്ചു എന്ന് പറയുന്നത്. കാരണം അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ജീവനുള്ളവരുടെയും മരിച്ചവരുടെയും ന്യായാധിപനായി. അപ്പോൾ മരിച്ചവരെ നമ്മൾ അനുസ്മരിക്കുന്ന ഈ ഞായറാഴ്ചയിൽ ഒപ്പം തന്നെ ജീവിച്ചിരിക്കുന്ന നമ്മളും സ്വർഗരാജ്യത്തിന് കൊള്ളാകുന്നവരാണോ എന്ന് പരിശോധിക്കേണ്ടതിൻ്റെ ഉത്തരവാദിത്വം നമുക്കുണ്ട്. അപ്പോൾ ജീവനുള്ളവരുടെയും മരിച്ചവരുടെയും ന്യായാധിപനായി ദൈവത്താൽ വേർതിരിക്കപ്പെട്ടവൻ ഇവനാകുന്നു എന്ന് ജനത്തോട് പ്രസംഗിച്ച് സാക്ഷീകരിക്കുവാൻ താൻ ഞങ്ങൾക്ക് കൽപ്പന തന്നു. യേശുക്രിസ്തു പിതാവായ ദൈവം കൽപ്പന അപ്പോസ്തലന്മാർക്ക് കൊടുത്തു എന്നാണ് ഇവർ പറയുന്നത്. അതിന് കാരണം പറയുന്നത് എങ്ങനെയാണ്? റോമാലേഖനം 14-ാം അധ്യായത്തിൽ അതിൻ്റെ 10-ാമത്തെ വാക്യത്തിൽ, റോമാലേഖനത്തിൽ 14:10 പൗലോസ് എങ്ങനെ പറയുന്നുണ്ട്, നാം എല്ലാവരും മശിഹായുടെ ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കേണ്ടവരാകുന്നു. അതുകൊണ്ടാണ് മിശിഹായുടെ ന്യായാസനത്തിന് മുൻപാകെ ആകുന്നത് കൊണ്ടാണ് ഈ കൽപ്പനകളെല്ലാം കൊടുത്തിരിക്കുന്നത്. പഴയ നിയമം മുതൽ നമ്മൾ വായിച്ചു കേട്ട വേദഭാഗങ്ങളിലൊക്കെ നമ്മൾ അവൻ മഹത്വത്തോടെ വരും, അവൻ ഭൂമിയെ ന്യായം വിധിക്കാൻ വരുന്നു, സങ്കീർത്തനക്കാരൻ പറഞ്ഞതും ദിനവൃത്താന്ത പുസ്തകത്തിൽ പറഞ്ഞതൊക്കെ നമ്മൾ ഓർത്ത് വീണ്ടും വീണ്ടും ധ്യാനിക്കേണ്ട ആവശ്യം അതാണ്. എല്ലാവരും, സകല ജനാചരങ്ങൾ, മത്തായിയുടെ സുവിശേഷം നമ്മൾ വായിച്ചത് ഇങ്ങനെയാണ്, സകല ജനപദങ്ങളെയും ഒരുമിച്ച് കൂട്ടുമെന്നാണ്. സകല മനുഷ്യരെയും ഒരുമിച്ച് കൂട്ടുന്നു, എന്നിട്ടോ ന്യായം വിധിക്കുകയാണ്. സകലരെയും ഒരുമിച്ച് കൂട്ടി ന്യായം വിധിക്കും. മത്തായി 25-ലാണല്ലോ നമ്മൾ വായിച്ച 31 മുതൽ വാക്യങ്ങളിലും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, 2 കൊരിന്ത്യർ വീണ്ടും ഇവിടെ പറയുന്നുണ്ട്. 2 കൊരിന്ത്യർ 5:10 ഒന്ന് ശ്രദ്ധിച്ചു നോക്കാം നമുക്ക്. കൊരിന്ത്യ ലേഖനം കൊരിന്ത്യർക്ക് എഴുതിയ 2-ാമത്തെ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യം, എന്തെന്നാൽ നന്മയാകട്ടെ തിന്മയാകട്ടെ, ശ്രദ്ധിച്ചു കേട്ടോളണം, എന്തെന്നാൽ നന്മയാകട്ടെ തിന്മയാകട്ടെ ഓരോരുത്തൻ ചെയ്തിട്ടുള്ളതിന് അവൻ്റെ ശരീരത്തിൽ പ്രതിഫലം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും മിശിഹായുടെ ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കുവാനുള്ളവരാകുന്നു. അപ്പോൾ ന്യായവിധിയെക്കുറിച്ച് നമുക്ക് പ്രത്യേകിച്ച് ഒരു അടിസ്ഥാനത്തിൻ്റെ ആവശ്യമില്ല. ന്യായവിധി സത്യമാണ്, ന്യായവിധി നടന്നിരിക്കും. അപ്പോൾ ആരെയൊക്കെയാണ് ന്യായം വിധിക്കുന്നത്? നന്മ ചെയ്തവനെ ആകട്ടെ തിന്മ ചെയ്തവനെ ആകട്ടെ, ജീവനുള്ളവനെ ആകട്ടെ മരിച്ചവനെ ആകട്ടെ, സകലരെയും ന്യായം വിധിക്കുന്ന ആ ദിവസം ഓരോരുവനും അവൻ്റെ ശരീരത്തിൽ പ്രതിഫലം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും മിശിഹായുടെ ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കുവാനുള്ളവരാകുന്നു. അപ്പോൾ ന്യായവിധിയെക്കുറിച്ച് നമുക്ക് നല്ല ബോധ്യമുണ്ടായിരിക്കണം. അതുകൊണ്ടാണ് നമ്മുടെ സഭ നമ്മളെ പഠിപ്പിക്കുന്നത് എന്താ, എപ്പോഴും ഓർത്തിരിക്കേണ്ട 4 കാര്യങ്ങൾ എന്ന് പറഞ്ഞ് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു സംഭവമുണ്ട്. എന്താണ്? മരണം, ന്യായവിധി, സ്വർഗം, നരകം. 4 കാര്യങ്ങൾ എപ്പോഴും ഓർത്തിരിക്കണം. ഇങ്ങനെയാണ് നമ്മൾ ഒരു കത്തോലിക്ക സഭയുടെ ശവസംസ്കാര ശുശ്രൂഷയിൽ ഇങ്ങനെ ഒരു പാട്ടുണ്ട്,
മരണം വരുമൊരു നാൾ ഓർക്കുക മർത്യാ നീ, കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. മരണം വരുമൊരു നാൾ ഓർക്കുക മർത്യാ നീ, കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. അതുകൊണ്ട് ന്യായവിധി നിശ്ചയമാണ് പ്രിയമുള്ളവരെ. ന്യായവിധി ഉണ്ട്. ന്യായവിധിക്ക് ഒരുങ്ങണം എന്ന് പഠിപ്പിക്കുകയാണ്. എങ്ങനെ? സൽകൃത്യങ്ങൾ ചെയ്യുക, വിശുദ്ധമായ പ്രവർത്തികൾ ചെയ്യുക. അപ്പോൾ ഇനി ന്യായവിധി എങ്ങനെയാണെന്നും കൂടി നമുക്കൊന്ന് ചിന്തിച്ചു പോകാം. യാക്കോബ് ശ്രീയുടെ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു: സ്വാതന്ത്ര്യത്തിൻ്റെ ന്യായപ്രമാണത്താൽ വിധിക്കപ്പെടുവാനുള്ളവരെ പോലെ സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുകയും. ക്രിസ്ത്യാനികളുടെ ന്യായവിധി സ്വാതന്ത്ര്യത്തിൻ്റെ ന്യായപ്രമാണത്താലാണ്. അതുകൊണ്ട് സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു വിധിയാണ് നമുക്ക് ലഭിക്കുന്നത്. റോമാലേഖനം 2-ന്റെ 12-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു: ന്യായപ്രമാണമില്ലാതെ പാപം ചെയ്തവരൊക്കെയും ന്യായപ്രമാണം കൂടാതെ നശിച്ചു പോകും. ന്യായപ്രമാണം ഉണ്ടായിട്ട് പാപം ചെയ്തവരൊക്കെയും ന്യായപ്രമാണത്താൽ വിധിക്കപ്പെടും. അപ്പോൾ പഴയ നിയമ ജീവിതത്തിൽ നിന്നും വ്യത്യസ്തമായി പുതിയ നിയമ ജീവിതത്തിലേക്ക് നമ്മളെ ദൈവം നയിച്ചത് നമുക്കൊത്തിരി സ്വാതന്ത്ര്യം നൽകിക്കൊണ്ടാണ്. ഏത് വേണമെങ്കിലും തിരഞ്ഞെടുക്കാം എന്നുള്ള അവസരം നൽകിക്കൊണ്ടാണ്. നന്മ തിരഞ്ഞെടുക്കണമെങ്കിൽ നന്മ തിരഞ്ഞെടുക്കാം, തിന്മ തിരഞ്ഞെടുക്കണമെങ്കിൽ തിന്മ തിരഞ്ഞെടുക്കാം. പഴയ നിയമത്തിൽ അങ്ങനെയല്ലായിരുന്നു. പഴയ നിയമത്തിൽ അപ്പോൾ അതിന് ശിക്ഷയുണ്ട്. ഒരാൾ തിന്മയിലൂടെയാണ് പോകുന്നതെങ്കിൽ അപ്പം തന്നെ ശിക്ഷ. പുതിയ നിയമത്തിൽ അങ്ങനെയല്ല, വളരെ സ്വാതന്ത്ര്യമാണ്. അതുകൊണ്ട് ആ സ്വാതന്ത്ര്യത്തിൻ്റെ ന്യായപ്രമാണത്താൽ വിധിക്കപ്പെടുവാനുള്ളവരെ പോലെ സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുക. ന്യായപ്രമാണം ഉണ്ടായിട്ടും അത് തെറ്റിപ്പോയവർക്ക് ന്യായപ്രമാണത്താൽ വിധിക്കപ്പെടും. മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിൻ്റെ 32-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്: സകല ജാതികളെയും ഒരുമിച്ച് കൂട്ടപ്പെടും. എല്ലാ ജനതകളും അവൻ്റെ മുമ്പിൽ ഒരുമിച്ച് കൂട്ടും എന്ന് പറഞ്ഞാൽ, നേരത്തെ വായിച്ചതുപോലെ 2 തിമോത്തി 4:1 നമ്മൾ വായിച്ചതുപോലെ ജീവനുള്ളവരും മരിച്ചവരും മനുഷ്യകുലം മുഴുവനും. 1 പത്രോസ് 4:5 ന്യായവിധി എങ്ങനെയാണെന്ന് പറയുകയാണ്: മരിച്ചവരെയും ജീവനുള്ളവരെയും വിധിപ്പാനിരിക്കുന്ന ദൈവത്തിന് അവർ ഉത്തരം കൊടുക്കേണ്ടി വരും. അപ്പം ന്യായവിധി മരിച്ചവർക്കും ജീവിച്ചിരിക്കുന്നവർക്കുമാണ്. ജീവിച്ചിരിക്കുന്നവർക്ക് ന്യായവിധി ഇല്ല എന്ന് നമ്മൾ വിചാരിക്കരുത്. ജീവിച്ചിരിക്കുന്നവരാണ് മരിക്കുന്നത്. അപ്പോൾ മരിച്ചവരെ മാത്രം ഓർക്കണമെന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ മരിച്ചവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നു എന്ന് പറയുമ്പോൾ, ജീവിച്ചിരിക്കുന്നവന് അതിനുള്ള ക്വാളിറ്റി ഉണ്ടായിരിക്കണം. അവൻ്റെ പ്രാർത്ഥന ദൈവസന്നിധിയിൽ കേൾക്കാൻ തക്കമാണ്. എന്ന് പറഞ്ഞാൽ മാറ്റപ്പെട്ട ഒരുവന് കർത്താവെ വിശുദ്ധീകരണം കൊടുക്കണമേ എന്ന് പറയുവാനുള്ള ഒരു പുത്രസ്വീകാര്യത്തിൻ്റെ അധികാരമുണ്ടായിരിക്കണം. ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരു അധികാരമുണ്ടായിരിക്കണം. ഞാൻ പറഞ്ഞാൽ ദൈവം കേൾക്കും, ദൈവം അനുസരിക്കും എന്നുള്ള ഒരു ബോധ്യമുണ്ടായിരിക്കണം. ദൈവവുമായിട്ട് ഒരൊറ്റ ബന്ധം പുലർത്തണം. അതുകൊണ്ട് ന്യായവിധി വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൻ്റെ 12-13 വാക്യങ്ങളിൽ ന്യായവിധിയെക്കുറിച്ച് എങ്ങനെയാണ് പറയുന്നത്? വെളിപാട് 20-ന്റെ 12-ാമത്തെ വാക്യം: ഓരോരുത്തരുടെയും പ്രവർത്തികൾക്കനുസരിച്ച് ന്യായവിധി ഉണ്ടാകുമെന്ന് പറഞ്ഞു. അതിന് 11 മുതൽ വാക്യങ്ങൾ നമുക്ക് വേണമെങ്കിൽ ഒന്ന് വായിച്ചു നോക്കാം. ഞാൻ വെണ്മയേറിയ ഒരു വലിയ സിംഹാസനവും അതിലിരിക്കുന്നവനെയും കണ്ടു. അവൻ്റെ സന്നിധിയിൽ നിന്ന് ഭൂമിയും ആകാശവും ഓടിയവന്നു. അവയ്ക്കൊരു സങ്കേതവും ലഭിച്ചില്ല. മരിച്ചവരെല്ലാവരും, വലിയവരും ചെറിയവരും, സിംഹാസനത്തിന് മുൻപിൽ നിൽക്കുന്നത് ഞാൻ കണ്ടു. ഗ്രന്ഥങ്ങൾ തുറക്കപ്പെട്ടു. മറ്റൊരു ഗ്രന്ഥവും തുറക്കപ്പെട്ടു. അത് ജീവന്റെ ഗ്രന്ഥമാണ്. ഗ്രന്ഥങ്ങളിൽ എഴുതപ്പെട്ടിരിക്കുന്ന പ്രവർത്തികൾക്കനുസൃതം
മരിച്ചവർ വിധിക്കപ്പെട്ടു. ഹല്ലേലൂയ. ജീവന്റെ ഗ്രന്ഥവും തുറക്കപ്പെട്ടു, പ്രവൃത്തിയുടെ ഗ്രന്ഥവും തുറക്കപ്പെട്ടു. അപ്പോൾ നമ്മളെക്കുറിച്ച് രണ്ട് പുസ്തകം കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതാണ്. ഒന്ന്, ജീവന്റെ പുസ്തകത്തിൽ മാമോദീസ സ്വീകരിച്ച നമ്മളെ ജീവന്റെ പുസ്തകത്തിൽ പേര് ചേർക്കപ്പെട്ടു. രണ്ട്, മാമോദീസ സ്വീകരിച്ചതിന് ശേഷം നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന പ്രവർത്തനങ്ങൾ, കർമ്മങ്ങൾ, അത് യാക്കോബിൽ പറഞ്ഞ പോലെ നന്മയാകട്ടെ തിന്മയാകട്ടെ, അതും എഴുതപ്പെട്ടു. 13-ാമത്തെ വാക്യത്തിൽ പറയുന്നു, തന്നിലുണ്ടായിരുന്ന മൃതരെ സമുദ്രം വിട്ടുകൊടുത്തു, മരണവും പാതാളവും തങ്ങളിലുണ്ടായിരുന്നവരെയും വിട്ടുകൊടുത്തു. അവരെല്ലാവരും താന്താങ്ങളുടെ പ്രവൃത്തികൾക്കനുസൃതം വിധിക്കപ്പെട്ടു. മൃത്യുവും പാതാളവും അഗ്നിതടാകത്തിലേക്ക് എറിയപ്പെട്ടു. ഇതാണ് രണ്ടാമത്തെ മരണം, അഗ്നിതടാകം. ജീവന്റെ ഗ്രന്ഥത്തിൽ പേരെഴുതപ്പെടാത്തവരെല്ലാം അഗ്നിതടാകത്തിലേക്ക് എറിയപ്പെട്ടു. ഇതാണ് ന്യായവിധിയുടെ അവസാന ഭാഗം. ന്യായവിധിക്കുമ്പോൾ നന്മ ചെയ്തവരെല്ലാം, അതാണ് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 25-34 വാക്യം. അനന്തരം രാജാവ് തൻ്റെ വലത്ത് ഭാഗത്തുള്ളവരോട് അരുളി ചെയ്യും, എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവിൻ, ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി സജ്ജമാക്കിയിരിക്കുന്ന രാജ്യം അവകാശപ്പെടുത്തുവിൻ. അപ്പോൾ വലത്ത് ഭാഗത്തുള്ളവരോട് ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കാൻ പറയുന്നു. ഇടത്ത് വശത്തുള്ളവരോട് അഗ്നിതടാകത്തിലേക്ക്, നിത്യനരകത്തിലേക്ക് പോയിക്കൊള്ളുവാൻ പറയുന്നു. അപ്പം നമ്മൾ എന്ത് ചെയ്താലും നമ്മളുടെ പ്രവൃത്തിക്കനുസരിച്ചാണ് ന്യായവിധി എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇനി മറ്റൊരു ന്യായവിധിയെക്കുറിച്ച് പറയുന്ന വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായത്തിലാണ്. 36-37 വാക്യങ്ങൾ. മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായത്തിൻ്റെ 36-37 വാക്യം. നമ്മളുടെ വാക്കുകൾക്കനുസരിച്ച്, നമ്മുടെ വിചാരങ്ങൾക്കനുസരിച്ച്, നമ്മുടെ ചിന്തകൾക്കനുസരിച്ച് നമ്മളെ ന്യായവിധിക്കുമെന്നാണ്. മത്തായിയുടെ സുവിശേഷം 12-36. ഞാൻ നിങ്ങളോട് പറയുന്നു, മനുഷ്യർ പറയുന്ന ഓരോ വ്യർത്ഥവാക്കിനും വിധി ദിവസത്തിൽ കണക്ക് കൊടുക്കേണ്ടി വരും. നിന്റെ വാക്കുകളാൽ നീ നീതീകരിക്കപ്പെടും, നിന്റെ വാക്കുകളാൽ നീ കുറ്റം വിധിക്കപ്പെടുകയും ചെയ്യും. വാക്കുകളാൽ നീതീകരിക്കപ്പെടും, വാക്കുകളാൽ കുറ്റം വിധിക്കപ്പെടുകയും ചെയ്യും. അതുകൊണ്ട് നമ്മളത് ശ്രദ്ധിച്ച് മുന്നോട്ട് പോകേണ്ടവരാണ്. അപ്പോൾ പ്രവർത്തികൾക്ക് മാത്രമല്ല, നമ്മുടെ വിചാരങ്ങൾക്കും വാക്കുകൾക്കും നമ്മൾ കണക്ക് കൊടുക്കേണ്ടി വരുമെന്ന് തിരിച്ചറിയുക. അപ്പോൾ നമ്മുടെ പിതാക്കന്മാർ എത്രയോ ശ്രേഷ്ഠമായിട്ടാണ് നമുക്ക് ഈ വായനകൾ ക്രമീകരിച്ച് തന്നിരിക്കുന്നത്. മരിച്ചവരെ ഓർത്ത് നമ്മൾ പ്രാർത്ഥിക്കണമെന്ന് നിലനിൽക്കുമ്പോൾ തന്നെ ആ ഭാഗം നമുക്ക് അപകടകരമായി തീരാതെ, മരിച്ചവരും ജീവിച്ചിരിക്കുന്നവരും ഒരേപോലെ നരകശിക്ഷയ്ക്ക് യോഗ്യരായി തീരാതെ, ജീവിച്ചിരിക്കുന്നവർ മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ വചനാടിസ്ഥാനത്തിൽ ജീവിക്കണമെന്നുള്ള ഒരു ഉത്ബോധനവും കൂടിയാണ് ഈ സമയത്ത് കർത്താവ് നമുക്ക് നൽകുന്നത്. 1 കൊരിന്ത്യർ 5-4-5 വാക്യങ്ങൾ. 1 കൊരിന്ത്യർ 4-5 വാക്യം. അതിനാൽ മുൻകൂട്ടി നിങ്ങൾ വിധി പ്രസ്താവിക്കരുത്, കർത്താവ് വരുന്നതുവരെ കാത്തിരിക്കുവിൻ. അന്ധകാരത്തിൽ മറഞ്ഞിരിക്കുന്നവയെ വെളിച്ചത്ത് കൊണ്ടുവരുന്നവനും ഹൃദയ രഹസ്യങ്ങൾ വെളിപ്പെടുത്തുന്നവനും അവനാണല്ലോ. അപ്പോൾ ഓരോരുത്തർക്കും ദൈവത്തിൽ നിന്ന് പ്രശംസ ലഭിക്കും. വിചാരങ്ങൾ വിധി പ്രസ്താവിക്കുന്നത് വഴി നമ്മൾ കുറ്റക്കാരായി മാറും.
കർത്താവ് വരുന്നതുവരെ കാത്തിരിക്കണം. മറ്റുള്ളവരെക്കുറിച്ച് മോശമായ അഭിപ്രായങ്ങളോ കേട്ടുകേൾവി കൊണ്ടുള്ള ന്യായവിസ്താരങ്ങളോ ഒന്നും നടത്തരുത്. കാരണം നമ്മുടെ വിചാരങ്ങൾക്കനുസരിച്ചുള്ള ന്യായവിധി ഉണ്ടാകും. ഹല്ലേലൂയ. വിചാരങ്ങൾക്കനുസരിച്ചുള്ള ന്യായവിധി നമ്മുടെ മേൽ വരുമെന്നുള്ളത് സത്യമാണ്. എൻ്റെ പ്രിയമുള്ളവരെ, നമുക്ക് ഈ ശുശ്രൂഷ തുടർന്ന് നമുക്ക് കേൾക്കാം. ഇപ്പോൾ നമ്മൾ ഇവിടെ അല്പസമയം പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുകയാണ്. അടുത്ത ദിവസം നമുക്കിതിൻ്റെ ബാക്കി മുന്നോട്ട് കേട്ട് പോകാം. ഒരു ദൈർഘ്യമേറിയ ഒരു വചന ശുശ്രൂഷയായിട്ടാണ് ഇത് ക്രമീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് കുറച്ചും കൂടി ഒരുങ്ങി തന്നെ മുന്നോട്ട് പോകാം. ഇപ്പോൾ നമുക്കൊരു വാക്ക് പ്രാർത്ഥിച്ച് ഈ ഭാഗം അവസാനിപ്പിക്കാം. നമ്മളിങ്ങനെ ന്യായവിധി പഴയ നിയമത്തിൽ എന്തു പറയുന്നു എന്നുള്ളത് നമ്മൾ വായിച്ചു കേട്ടു. പുതിയ നിയമത്തിലെ ന്യായവിധി എങ്ങനെയാണെന്ന് നമ്മൾ കേട്ടു. അത് നിശ്ചയമാണ്. ഇനി അതിൻ്റെ ഒരു അടിസ്ഥാനം, ഒരു പുതിയ പഠിപ്പിക്കലിൻ്റെ ആവശ്യമില്ല എന്ന് നമ്മൾ കേട്ടു. അതുകൊണ്ട് നമ്മൾ മരിച്ചവരെ കുറിച്ച് അനുസ്മരിക്കുന്ന ഈ ദിവസം നമ്മളും നാളെ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുമ്പോൾ നമ്മുടെ നിത്യത എവിടെയെന്ന് പരിശോധിക്കുവാനുള്ള അവസരമായിട്ട് ഇതിനെ കണക്കാക്കണം. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ കർത്താവേ, മരണാനന്തര ജീവിതം എനിക്ക് എവിടെ ആയിരിക്കുമെന്ന് ധ്യാനിക്കുവാനുള്ള അവസരവും കൃപയും തന്നതിന് നന്ദി പറയുന്നു, സ്തുതിക്കുന്നു. ഞാൻ ഈ സമയം വരെ കേട്ട വചനം വെച്ച് നോക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ പാപത്തിൻ്റെ വശങ്ങളുണ്ട്, പാപ ചിന്തകൾ എന്നിലുണ്ട്. എൻ്റെ പ്രവൃത്തിക്കും എൻ്റെ വിചാരങ്ങൾക്കും എൻ്റെ വാക്കുകൾക്കൊക്കെ അനുസരിച്ച് എന്നെ ന്യായം വിധിക്കുമെന്ന് ഞാൻ അറിഞ്ഞു. കർത്താവേ, എൻ്റെ പ്രവൃത്തികളും എൻ്റെ വാക്കുകളും എൻ്റെ വിചാരങ്ങളും എൻ്റെ വിധി പ്രസ്താവനകളൊക്കെ അവിടുന്ന് പരിശോധിക്കുമ്പോൾ ഞാൻ മഹാപാപിയാണെന്ന് തിരിച്ചറിയുന്നു. അങ്ങയുടെ കരുണാസമുദ്രത്തിൽ എൻ്റെ പാപങ്ങൾ ഒരു തുള്ളി ചെളിക്ക് സമാനമാണെന്ന് പിതാക്കന്മാർ പറഞ്ഞിട്ടുണ്ടല്ലോ. കർത്താവേ, അനവധിയായ പാപങ്ങൾ ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അനവധിയായ തെറ്റുകൾ എന്നോടും എൻ്റെ കുടുംബത്തിൽ നിന്ന് വാങ്ങിപ്പോയിട്ടുള്ളവരോടും പൊറുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ഞായറാഴ്ച ഞാൻ ദേവാലയത്തിൽ വന്ന് ഞങ്ങളുടെ വാങ്ങിപ്പോയവരെ ഓർത്ത് പ്രാർത്ഥിക്കുവാനായിട്ട് നിൽക്കുമ്പോൾ എൻ്റെയും എൻ്റെ തലമുറയിൽപ്പെട്ട എൻ്റെ പൂർവികരുടെയും വരുന്ന തലമുറകളുടെയും പാപങ്ങളെ ഓർത്ത് പശ്ചാത്തപിക്കുവാനും ഞാൻ മേലിൽ പാപം ചെയ്യില്ല എന്നും ദൈവത്തോട് ഒരു പ്രതിജ്ഞ എടുക്കുവാനും കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ നന്മകളാലും ഐശ്വര്യങ്ങളാലും നിറയ്ക്കണമേ. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. ഹല്ലേലൂയ. ദൈവമേ നന്ദി. യേശുവേ സ്തുതി.